അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പേര് ഞാൻ പറയുന്നില്ല, പേരിപ്പോൾ പറഞ്ഞത് നടക്കൂല. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇന്നത്തെ പരിപാടി അല്ലെങ്കിൽ നമ്മളുടെ പുതിയൊരു വീഡിയോയുടെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ സ്ക്രോൾ ചെയ്ത് പോകരുത് പ്ലീസ്. അതായത് നമ്മളുടെ എന്താ പറയുക, നമ്മൾ ഈ ചാനൽ കൂടെ ഉദ്ദേശിക്കുന്നത് വീഡിയോ ഗെയിമിങ്സ്, അതുപോലെ കുക്കിംഗ് വീഡിയോസ് ആൻഡ് ആളിനാളാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ ആളിനാളാണ്. ട്രാവലിംഗ് വ്ളോഗ്സും എല്ലാം നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ക്യാമറ അല്ല, മൈക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അതായത് നമ്മൾ ഈ ഗെയിമിംഗ് വേർഷനിൽ തന്നെ രണ്ട് തരത്തിലാണ് ആയിട്ടാണ് ചെയ്യുന്നത്. റിയൽ PC ഗെയിംസ് അല്ലെങ്കിൽ റിയൽ ഗെയിംസ് ആൻഡ് അതിന്റെ ഡ്യൂപ്ലിയും കോപ്പി വേർഷൻസും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മളുടെ മൊബൈലിൽ കളിക്കാൻ പറ്റുന്ന ഗെയിംസും ആണ് നമ്മൾ ഗെയിമിംഗ് ഇതിൽ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിന്റെ തന്നെ ഒരു ഏകദേശം സത്യം പറഞ്ഞാൽ ഒരു ഒറിജിനൽ കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോക്കറ്റ് എഡിഷന്റെ ഒറിജിനൽ കോപ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒറിജിനൽ കോപ്പി. ഇത് മാത്രമല്ലേ ഉള്ളൂ, നമുക്ക് ഇതും കൂടി ഉണ്ട്. നമ്മളിപ്പോ ഇന്ന് ഇതാണ് കളിക്കുന്നത്. രണ്ടും ഒരേ ഗെയിമിംഗ് സ്റ്റുഡിയോ എന്നാണ് പറയാന്ന് എനിക്കറിയില്ല. ആ ഗെയിമിങ്ങിന്റെ ഇതിന്റെ തന്നെയാണ്. അതായത് രണ്ടും ഒജാങ് എന്ന് പറയുന്ന ഗെയിം ക്രിയേറ്റേഴ്സ് അതിന്റെ ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കളിക്കുന്ന ഒരു വേൾഡ് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് അതിൽ കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തി അതിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതുവരെ എന്നൊക്കെയാണ് ഞാൻ ഒന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ഇതിൽ കിടക്കാം. ഇതിൽ ഫ്രണ്ട് ഉണ്ട്, സെർവർ ഉണ്ട്. അപ്പൊ ഞാൻ സാധാ ആണ് എടുക്കുന്നത്, സർവൈവലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പോക്കറ്റ് എഡിഷൻ ലോഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് തോന്നുന്നു. ഇതിൽ ആകെപ്പാടൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, അതായത് ഈ സ്ലാഷ് അടിച്ച് ചീറ്റ് അടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നടക്കില്ല. അതുപോലെ എന്റെ ഡ്രാഗൺ ഇല്ല ഇതില്. പക്ഷെ ലൈറ്ററിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എങ്ങനെയാന്ന് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പൊ സ്പോൺ ആയിട്ടുണ്ട്. ഇത് എന്റെ ബെഡ്റൂം ആണ്, എന്റെ ഈ ഒരു ഇതൊക്കെ. അത് മാത്രല്ല, ഇതിൽ ഞാൻ മാത്രല്ല എന്റെ അനിയത്തിയും കൂടി വരുന്നുണ്ട്. എന്റെ പേര് ആദിനാഥ്. എന്റെ അനിയത്തിയുടെ പേര് എന്ന് പറയും. എന്റെ ഇവിടെ പറഞ്ഞു ശിവദ. ഓക്കെ, കേട്ടില്ലേ? ശിവദ എന്നാണ് അവളുടെ പേര്. ഓക്കെ, ഇത് ചെറിയൊരു ജനൽ ഉണ്ടാക്കിയതാണ്. എങ്ങനെയുണ്ട്? എട്ടുകാലിയൊക്കെ പോകുന്നുണ്ട്. സ്പൈഡർ ഇതെടുക്കല്ലേ, ഒരു ഇതിലൊക്കെ വെച്ചേക്കാം. എന്താ പറ. അടുത്ത വീഡിയോയിൽ ഞാനും വരുന്നതാണ്. അത് മാത്രല്ല ഗൈസ്, ഇവളെ കൊണ്ട് ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യിപ്പിക്കണം. ഇവള് വരും, ഇത് നിങ്ങൾ പേടിക്കണ്ട. ഇവളെ എന്തായാലും ഞാൻ കൊഞ്ചിക്കും. മൈൻക്രാഫ്റ്റ് ഒക്കെ എനിക്ക് അറിയാം, പക്ഷെ ചില ഗെയിംസ് എനിക്കറിയില്ല. അതെ, അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്രഷർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരാൻ പറ്റും. ഇതൊരു കേവ് ഹൗസ് ആണ് ഗൈസ്. കേവ് ഹൗസ് എങ്ങനെയുണ്ട് കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ. ബോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നു എപ്പോഴീ. ഓക്കെ, അപ്പൊ ഈ പോക്കറ്റ് എഡിഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, എന്റെ വീട് എങ്ങനെയുണ്ട്? ഈ പോക്കറ്റ് എഡിഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളുടെ റിയൽ മൈൻക്രാഫ്റ്റ് തന്നെ 3 തരത്തിലാണുള്ളത്. അതിൽ പ്രീമിയം വേർഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളുടെ ജാവ എഡിഷൻ ആണ്. അതുപോലെ തന്നെ ഉള്ള ഒരു എഡിഷൻ ആണ് ബെഡ്റോക്ക് എഡിഷൻ. അതുപോലെയുള്ള തന്നെയാണ് നമ്മളുടെ പോക്കറ്റ് എഡിഷൻ. അപ്പൊ ഇതിൽ പോക്കറ്റ് എഡിഷൻ ആണ് നമുക്ക് ഈ മൊബൈലിലൊക്കെ നമുക്ക് എന്താ പറയാ, ഗൂഗിൾ കൂടെ ഒക്കെ കയറ്റാൻ പറ്റുന്നത്. ഇപ്പൊ അങ്ങനെ അതിന്റെ കോപ്പി വേർഷൻ ആണിത്. നമ്മൾ ചെയ്ത പരിപാടി അല്ല ഗൈസ്, അത് വന്ന് തന്നെ ബോട്ട് കയറിയതാണ്. പിന്നെ ഇതെന്ന് വെച്ച ഒരു ഡൈവിങ് ഏരിയ ആണ്. എങ്ങനെ നിന്നിട്ട് കണ്ടോ എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പോ നമുക്ക് ഇനി 2 സ്ഥലം കൂടിയാണുള്ളത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
ഇവിടെ ഇങ്ങനെ വേണം കയറാൻ, എൻട്രൻസ് വേറെ ഇല്ല. ഇതാണ് ഞാൻ എന്റെ വീടിന് പേരിട്ടിരിക്കുന്നത്, കേവ് ടെക്. എന്റെ സ്പെല്ലിങ് അത് തന്നെയാണ് ഒന്നുകൂടെ. പിന്നെ നമുക്ക് ഇവിടെ 2 സ്ഥലമുണ്ട്. ഇതിന്റെ പേര് ഓർക്കണം. ഇതിന്റെ പേര് എന്ന് വെച്ചാൽ സ്റ്റോറേജ് ആൻഡ് മേക്കർ. മേക്കർ എന്ന് വെച്ചാൽ അതായത് ഇവിടെ ഒരു സ്റ്റോറേജ് ആണ്. അതായത് ഇത് ഫർണസ് നമ്മൾ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കുന്നത് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഫുൾ സ്റ്റോൺ വെച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 ചെസ്റ്റും ഉണ്ട്. ഇതിൽ രണ്ടിലൊന്നുമില്ല. ഇതിലൊരു 9 അയൺ ഇരിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരെ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ആണ്. അത് ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ വുഡ് കൊണ്ടാണ് ഉണ്ടാക്കാന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് വുഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലെങ്കിൽ അവിടെ പോയിരിക്കും, ഇല്ലെങ്കിൽ ഇത് കൂടെ അതിൽ കേൾക്കും. അതെങ്ങനെ എന്തായാലും കേൾക്കും. ഓക്കെ, അപ്പൊ ഇവിടെ 2 അയൺ ഇരിക്കുന്നുണ്ട്. ഇതില് ആവശ്യമില്ലാത്തതൊന്നല്ല. പിന്നെ ഇതിന്റെ പേരൊന്നും എനിക്ക് മാറ്റണം ഗൈസ്. ഇത് പ്യുവർ ഡൈ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പ്യുവർ ഡൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളുടെ ഹങ്കർ ലെവലൊക്കെ കുറഞ്ഞിരിക്കാണ് വെക്കുക ഭയങ്കരമായിട്ട്. നമ്മളുടെ ഫുഡില്ല, നമ്മളുടെ ഒട്ടുമില്ല ഫുഡ്. അപ്പൊ നമ്മള് ഇവിടെ ഉള്ള ചെസ്റ്റിക്ക് നമ്മളുടെ ഉള്ള സാധനങ്ങൾ മൊത്തം മാറ്റിയിട്ട് ഇവിടെ ഇതാണ് നമ്മളുടെ ഡൈ പൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ കയറിയിരുന്ന് നമ്മൾ ആസ്വദിച്ച് ചാവുക. എന്നിട്ട് നമ്മൾ മേലെ നമ്മൾ റീസ്പോൺ സെറ്റ് ചെയ്തിട്ടുണ്ടാവല്ലോ ബെഡിൽ. ഈ മൈൻക്രാഫ്റ്റിനെ പറ്റി അറിയാത്ത ചിലരുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഫുള്ള് നിങ്ങൾക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഫുള്ളൊരു ബോക്സ് ആണ് ഈ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതിൽ സർവൈവൽ എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം സർവൈവ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട്, കുറെ മിഷൻസ് തീർക്കാണ്ട്. അതിൽ തന്നെ നമ്മൾ ചിലവരുടെ മോബ്സ് എന്ന് പറഞ്ഞ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇതിനെ പറ്റി അറിയുന്നവർക്ക് ഇതൊന്നും കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് സ്കിപ്പ് അടിച്ചുവിടുക. ഞാൻ അറിയുന്നവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാനാണ്. അതായത് അത് അവർക്ക് വേണ്ടിയിട്ടാണ്. ഈ മോബ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് ക്രീച്ചേഴ്സ് ഉണ്ട്, അതായത് സോംബീസ്, അതുപോലെ സ്കെൽട്ടൻസ് ഒക്കെ. ഇവരൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യും. നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്യാൻ പോയില്ലെങ്കിലും നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ ഇവരുടെ കടി കൊണ്ട് മരിച്ചാലും നമ്മൾ ഈ ബെഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൽ റീസ്പോൺ പോയിന്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചത്താലും നമ്മൾ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ സ്പോൺ ആവുന്നുണ്ട്. ഇതാണ് റീസ്പോൺ പോയിന്റ്. അതുപോലെ നമുക്കിതിൽ കുറെ മിഷൻസ് തീർക്കാണ്ട്, ലൈക്ക് എൻഡർ ഡ്രാഗനെ കൊല്ലുക, വാർഡനെ കൊല്ലുക. ഇതൊക്കെ ഓരോ മോബ്സ് ആണ്. അപ്പൊ ഇവരൊക്കെ കൊന്ന ഓരോ അച്ചീവ്മെന്റും കിട്ടും. അതുപോലെ ചില സാധനങ്ങളും കിട്ടും. ഇപ്പോ നമ്മൾ വാർഡനെ കൊന്ന അവിടെ ആൻഷ്യൻ സിറ്റി ഉണ്ട്, ലൂട്ട് ചെയ്യാൻ പറ്റും. അതൊരു പഴയ സിറ്റിയാണ്, അവിടെ നമുക്ക് ലൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ എൻഡർ ഡ്രാഗനെ കൊന്ന നമുക്കൊരു പറക്കാനുള്ള സാധനം എടുക്കാനുള്ള ഒരു വേൾഡിന്റെ എൻട്രൻസ് പോർട്ടൽ ഓൺ ആവും. അങ്ങനെ നമുക്ക് അതൊക്കെ എടുക്കാനൊക്കെ പറ്റും. അപ്പൊ അതാണ് ഈ ഒരു ഗെയിമിന്റെ മെയിൻ ഉദ്ദേശം. അതുപോലെ ഞാൻ ഇപ്പൊ വെള്ളത്തിൽ ചാടി ബബിൾസ് ഉണ്ട്,